Welcome back to Onroad. Onroad's പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് Landrover Defender ആണ്. അപ്പോൾ ഒരുപാട് വെഹിക്കിൾസ് ആയി Landrover വരുന്നു. ഒരുപാട് ആക്സസറീസ് അവൈലബിൾ ആണ് Landroverന്. നമ്മുടെ സൈഡ് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലാഡർ ഉണ്ട്, മഡ് ഫ്ലാപ്സ്, ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ്, അങ്ങനെ ഒരുപാട് കസ്റ്റം ഓപ്ഷനുള്ള ഒരു പ്രീമിയം വെഹിക്കിളാണ് നമ്മുടെ ഡിഫൻഡർ എന്നുള്ളത്. മാത്രമല്ല ഈ ഒരു ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിലൂടെ വണ്ടിക്ക് ഭയങ്കര അട്രാക്ഷനും ആയിരിക്കും. നമ്മുടെ സെലിബ്രിറ്റി മമ്മൂക്കൻ്റെ ഒക്കെ വണ്ടിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, സ്നോർക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ലാഡർ, സൈഡ് ബോക്സ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വെഹിക്കിളും നമുക്ക് സൈഡ് ബോക്സ് ആഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ലാഡർ ഫിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ മഡ് ഫ്ലാപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് വെഹിക്കിൾ ഫുൾ മാറ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ബോഡി കളർ ആക്കിയിട്ട് ഫുള്ളൊന്ന് ബ്ലാക്ക് പാക്കേജ് ആയിട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു ഡിഫൻഡറിൻ്റെ ബാഡ്ജിങ് മാറ്റും, അതുപോലെ തന്നെ ഈ ഒരു സിൽവർ പോർഷൻ, അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു മാറ്റ് ഏരിയ ഫുൾ ക്ലാഡിങ് നമ്മൾ ഒരുപാട് കിയ സെൽറ്റോസിലും അതുപോലെ തന്നെ ജീപ്പ് കോമ്പസ്, ക്രെറ്റയിലൊക്കെ ചെയ്യാറുള്ള ആ ഒരു പാക്കേജ് നമുക്ക് ഡിഫൻഡറിലും ചെയ്യാണ്. നമ്മൾ ഇതിനു മുമ്പും ഒരു 3 ലിറ്റർ ഡീസൽ വണ്ടി ഡിഫൻഡർ അങ്ങനെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വൈറ്റ് നമ്മൾ തൊട്ട് 2 വീഡിയോ നമ്മൾ അടുപ്പിച്ച് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ചെയ്യുമ്പം അതിനേക്കാളും വേറൊരു ലുക്കിലേക്കായിരിക്കും ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ക്ലാഡിങ്ങും ബാക്കിലെ ആ സിൽവർ പോർഷൻസും കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരുപാട് പേര് ഇപ്പം ലാൻഡ്രോവറിൻ്റെ ഡിഫൻഡർ, സെലിബ്രിറ്റീസ് ആണെങ്കിലും നമ്മൾ നോർമൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ലാൻഡ്രോവർ ഡിഫൻഡർ എടുക്കുന്നുണ്ട്. നമ്മളെ റോഡ് കണ്ടീഷനും അതുപോലെ തന്നെ റോഡ് പ്രസൻസിനൊക്കെ പറ്റിയ ഒരു പ്രീമിയം വെഹിക്കിൾ തന്നെയാണ് ഡിഫൻഡർ. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു ഡിഫൻഡർ ഇന്ന് ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കാസർഗോഡുള്ള കസ്റ്റമറാണ് ഈ ഒരു വെഹിക്കിൾ വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് പാക്കേജാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുള്ളത്. എവിടേക്കാണോ മാറ്റ് പോർഷൻ വന്നിട്ടുള്ളത്, സിൽവർ പോർഷൻ വന്നിട്ടുള്ളത്, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബോഡി കളറാക്കി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻക്ലൂഡിങ് ദ ലോഗോ, അതുപോലെ തന്നെ ഈ ഒരു ഹുഡിൽ വന്ന ഈ ഒരു എലമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് വെഹിക്കിളിന്റെ സെയിം കളർ കൊടുത്തിട്ടുണ്ട്. ലാൻഡ്രോവറിന്റെ ലോഗോ, ഡിഫൻഡറിന്റെ ബാഡ്ജിങ് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. അത് കസ്റ്റമറുടെ മൂഡ് ഡിപ്പെൻസ് ആണ്. മാറാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിൽവർ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡി കളറാക്കി മൊത്തം വരുന്ന ക്ലാഡിങ്സ്, സൈഡ് ക്ലാഡിങ്സ്, അതുപോലെ തന്നെ ചുറ്റും വരുന്ന ക്ലാഡിങ്സ് കംപ്ലീറ്റ് ആയിട്ട് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാൻഡ്രോവറിന് ലാൻഡ്രോവർ ഡിഫൻഡറിന് പ്രത്യേകിച്ച് ഒരുപാട് ആക്സറീസ് അവൈലബിൾ ആണ്. ഈ ഒരു സ്പോയിലർ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോയിലറാണ് ഇത് നമ്മുടെ ആക്സറീസ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ബോക്സ് നോർമലി സിൽവർ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക്, അതായത് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഡ് ഫ്ലാപ്സ് ആക്സറീസ് ആയിട്ട് വരുന്നതാണ്. ഷോറൂമിൽ നമ്മുടെ ആക്സറീസിന് ഭയങ്കര റേറ്റാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയൊരു ഡിഫൻഡർ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ആക്സറീസും അതുപോലെ തന്നെ ജെനുവിൻ ആക്സറീസും അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ആക്സറീസ് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ആ ലാഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഒരു ബ്ലാക്ക് പാക്കേജ് ആണ് ഈ ഒരു വെഹിക്കിൾ. മാത്രമല്ല ഈ ഒരു വെഹിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രഫൈൻ കോട്ടിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രഫൈൻ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഓൺ റോഡിൻ്റെ മെറ്റീരിയലാണ് ഗ്രഫൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു വെഹിക്കിളിന് ഇത്ര ഗ്ലൈസിങ്ങിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു കാരണം കൂടെ. ഇതുപോലുള്ള ഡിഫൻഡർ, അതുപോലെ തന്നെ ഡിഫൻഡർ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഇപ്പോൾ. 3 ലിറ്റർ ഡീസൽ വരുന്നുണ്ട്, പെട്രോളിലും വരുന്നുണ്ട്, ഒരുപാട് കളർ ഓപ്ഷൻസിലുണ്ട്. അവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ്. RTOൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ക്ലാഡിങ്സ് പെയിൻറ്റ് ചെയ്താൽ വണ്ടീൻ്റെ സൈസ് നല്ല സൈസ് കൂടിയ പോലെ തോന്നിക്കും. അതുപോലെ തന്നെ വണ്ടീൻ്റെ ഒരു റോഡ് അറ്റൻഷൻ്റെ പ്രത്യേകമുള്ളൊരു ഘടകമാണ് ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിഫൻഡർ പോലത്തെ ഒരു വെഹിക്കിളിന് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റൂഫിൽ ബോക്സ് വരുന്നുണ്ട്, ലാഡർ, സൈഡ് ബോക്സ്, സ്നോർക്കൽ വരുന്നുണ്ട്, മഡ് ഫ്ലാപ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സെയിം എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺറോഡിനെ കോൺടാക്ട് ചെയ്യാം. ഓൺറോഡിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഓൺറോഡിൻ്റെ കൊച്ചി ഷോറൂം 25,000+ സ്ക്വയർ ഫീറ്റിൽ അതുപോലെ തന്നെ അതിവിപുലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള കൊച്ചി ഷോറൂം അടുത്ത മാസത്തിലായിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺറോഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് ഷാജ് റിസ സൈനിങ് ഓഫ്.